സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ തീർപ്പാകാൻ വൈകുന്നതിന് കാരണം ഫോറൻസിക് പരിശോധനകൾ വൈകുന്നത് കാരണമാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി. ഫോറൻസിക് പരിശോധനയ്ക്കായി സംസ്ഥാന ഫോറൻസിക് ലബോറട്ടറികളിൽ കെട്ടിക്കിടക്കുന്നത് 1,00,000-ലധികം കേസുകളെന്ന് പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു. 2018 മുതൽ 2022 വരെയുള്ള കണക്കാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ മാത്രം കണക്കുകളാണ് 1,00,000-ലധികം വരുന്നത്. 2018 രജിസ്റ്റർ ചെയ്തതിൽ 6,506 കേസുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ കെട്ടിക്കിടന്നതെങ്കിൽ തുടർ വർഷങ്ങളിൽ ഇത് വർദ്ധിച്ചു. 2019 7,335, 2020 8,062, 2021 11,368, 2022 13,273 എന്നിങ്ങനെയാണ് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം. 2023 കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ എണ്ണം ഗണ്യമായി വർദ്ധിക്കും. മതിയായ ജീവനക്കാർ ഇല്ലാത്തതാണ് പരിശോധനാ ഫലം വൈകുന്നതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു. ഇത് കണക്കിലെടുത്താണ് 28 പുതിയ സയന്റിഫിക് ഓഫീസർ തസ്തികകൾ കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. നിലവിൽ ലബോറട്ടറികളിലെ സാങ്കേതിക വിഭാഗത്തിന്റെ അംഗബലം 140 മാത്രമാണ്. 28 പുതിയ തസ്തികകൾ കൂടി സൃഷ്ടിച്ചാലും പരിശോധനാ ഫലം ലഭിക്കുന്നതിൽ വേഗം കൂടുമോ എന്നത് സംശയമാണ്. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടതിന്റെ പാതി അംഗബലം പോലും വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ, സയന്റിഫിക് ഓഫീസർ എന്നീ വിഭാഗങ്ങളിലായി 98 തസ്തികകൾ സൃഷ്ടിക്കണമെന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടത്. അംഗീകരിച്ചതാവട്ടെ 28 തസ്തികകൾ മാത്രം. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറി, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവയിലേക്കാണ് പുതിയ നിയമനം വരിക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.